ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് 26-ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 2 ദിവസത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊന്നും. അപ്പോൾ ഇന്ന് 27-ാമാണ്, അപ്പോൾ 26-ാമത്തെ നോമ്പ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വേവിക്കാനായിട്ടിട്ടു. അപ്പോൾ വേവിച്ച് കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ജ്യൂസ് അടിക്കാമല്ലോ. പിന്നെ അതുപോലെ ഇന്ന് തെങ്ങൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ 2 ഇളനീര് ഇടിയിപ്പിച്ചു. അപ്പം നമുക്ക് നോമ്പ് തുറന്നാൽ ഇളനീര് കുടിക്കാം. ഇളനീര് ഭയങ്കര നല്ലതല്ലേ, ക്ഷീണത്തിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഇളനീരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ചക്കരമ്പത്ത ജ്യൂസ് അടിക്കാം. പിന്നെ പപ്പായ കിട്ടിയിട്ടുണ്ട്, പപ്പായ നുറുക്കി വെക്കാം. അപ്പോൾ ഇന്നലെ കിട്ടിയതാട്ടോ. അപ്പോൾ ഇന്നലെ അത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്നൊക്കെയാണത് ശരിക്കും പഴുത്തത് കേട്ടോ. അപ്പോൾ പപ്പായ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കോഴിയാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം കോഴിയാട് ഉണ്ടാക്കിയത് നമ്മുടെ അരിപ്പൊടിയിലാണ് കേട്ടോ. അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ചിരുന്ന പ്രാവശ്യം നമുക്ക് ഗോതമ്പിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പ്രാവശ്യം നമ്മൾ ഗോതമ്പിലാണ് കോഴിയാട് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലർ ഇതിന് ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിനുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എടുത്തിട്ട് നന്നായിട്ട് ചതക്കി. പിന്നെ വേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ചിക്കൻ വേണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഉമ്മ കായം പറക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പൊരിച്ചിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും പണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊണ്ട് കളഞ്ഞ് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോഴിയാട് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അരിപ്പൊടി ഉണ്ടാക്കിയപ്പോൾ സംഭവം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് എണ്ണ കുടിച്ചു കേട്ടോ. നമ്മളതിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ എണ്ണ വരുമായിരുന്നു ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഗോതമ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മൈദ വേണോ ഗോതമ്പ് വേണോ വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഗോതമ്പ് മതി, മൈദയിലാകുമ്പോൾ കടിക്കാനും വലിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഗോതമ്പിലെടുത്ത് ഉണ്ടാക്കിയത്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി എടുക്കുക. എന്നിട്ട് അത് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഐഡിയ പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വര പോലത്തെ ഡിസൈൻ കിട്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോഴിയുടെ ശരിക്കും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചിട്ടില്ലേ, അതുപോലെ ചെയ്യാം. ഞാനങ്ങനെ ചെയ്തപ്പോൾ ശരിയായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർക്ക് വെച്ചിട്ടുള്ള ഐഡിയ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിരിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും കോഴിയുടെ ഒരു ഷേപ്പ് വരും കേട്ടോ. അപ്പോൾ ഗോതമ്പിലായതുകൊണ്ട് തന്നെ നമ്മളത് എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ നന്നായിട്ട് പൊള്ള വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. മാവ് കുഴച്ച് കുറച്ച് നേരം നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തി മാവിന് ഒരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മൂടി വെക്കണം. നമ്മൾ തുറന്ന് വെച്ചാൽ അത് കാറ്റ് കൊണ്ടിട്ട് ആകെ ഡ്രൈ ആവും. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം പിന്നെ തേങ്ങ ചിരവാനായിരുന്നു. അപ്പോൾ ഇന്ന് 27-ആയ കാരണം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ മധുരമായിട്ട് നമുക്ക് പായസം വെക്കാം. പിന്നെ കോഴിയാട് ഉണ്ടല്ലോ, അപ്പോൾ പായസം വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പരിപ്പുണ്ട്, പായസപ്പരിപ്പ്. അപ്പോൾ പായസപ്പരിപ്പ് കൊണ്ട് നമുക്ക് പായസം വെക്കാം. അപ്പോൾ അതിന് ഞാൻ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമുക്കൊന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ വേണം, പത്തിരിക്ക് തേങ്ങാപ്പാൽ വേണം. അതിനുള്ള തേങ്ങയും കൂടിയിട്ട് അങ്ങനെ തേങ്ങ ഒക്കെ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പായസത്തിന് നല്ല കട്ടിയിലുള്ള പാൽ വേണം. അപ്പോൾ പരിപ്പൊക്കെ വറുത്ത് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തു റെഡിയാക്കി. അപ്പോൾ പായസത്തിനുള്ള തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിക്കാണെങ്കിലും അത്ര വെള്ളം പോലെ എടുക്കേണ്ട, കട്ടിയിൽ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടമ്മ. അപ്പോൾ നമ്മൾ രണ്ടും അതുപോലെ തന്നെ എടുത്തു. പിന്നെ ചിക്കനൊക്കെ പൊരിച്ച് അതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ഞാൻ ഇസ്മുക്കുട്ടിക്ക് മാറ്റി വെച്ചു കേട്ടോ. ആൾക്ക് ഇങ്ങനെ എരിവുള്ളതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. മധുരത്തിനേക്കാൾ ആൾക്ക് ഇഷ്ടം എരിവാണ് കേട്ടോ. അപ്പോൾ 2 കഷ്ണം ഞാൻ അവൾക്ക് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ അതിലേക്കുള്ള സവാളയും മസാലയും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് ഈ ക്രഷ് ചെയ്ത ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞ് ബോൾസാക്കിയിട്ട് പരത്തിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്ക് കോഴിയട റെഡിയാക്കി എടുക്കാം കേട്ടോ.
നമ്മുടെ കോഴിയുടെയും സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയും മുക്കി പൊരിക്കാനുള്ള പരത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ അംഗങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ നമുക്കിനി കോഴിയുടെ എണ്ണയിൽ മുക്കി പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം പുറമെ കാണുമ്പോൾ വലിയ പഴുപ്പ് തോന്നില്ല, അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല. മുറിച്ച് നോക്കുമ്പോൾ നല്ല പഴുപ്പുണ്ടായിരുന്നു. നാളേക്ക് വെക്കുകയാണെങ്കിൽ അത് ചീച്ചിൽ വന്നായിരുന്നു, അത്രക്കും ഉള്ളു പഴുത്തിട്ടുണ്ടായിരുന്നു. പുറം കാണുമ്പോൾ നമുക്ക് അത്ര പഴുത്തതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ ഉള്ളു നോക്ക് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പപ്പായൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം കഴിക്കാനായിട്ട് ഒരു ചവർപ്പ് തോന്നിയിരുന്നു. പപ്പായോടൊരു ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴല്ലേ ടേസ്റ്റ് അറിയുന്നത്. ഇവിടെ ഉമ്മ പറയട്ടെ, എന്ത് മുതലും നമ്മൾ കഴിച്ചു നോക്കണം, കഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാമെന്ന്. വെറുതെ നമ്മൾ ഇഷ്ടമില്ല എന്ന് പറയരുത്, കഴിച്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത് എന്ന്. അത് ശരിയാണ് ഒരു കണക്കിന് കേട്ടോ. അപ്പോൾ പപ്പായ കഴിച്ച് നോക്കിയപ്പോഴല്ലേ ഈ സംഭവത്തിൻ്റെ ടേസ്റ്റ് അറിയണത്. ആദ്യം അതിൻ്റെ മണം തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പപ്പായൊക്കെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തി അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ്. പപ്പായ ഇഷ്ടമാണെങ്കിലും തണവില്ലാതെ കഴിക്കണതൊക്കെ ഇഷ്ടമല്ല, തണുത്ത് കഴിക്കണം. തണവില്ലാതെ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു സുഖമില്ല. തണവോട് കൂടിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പപ്പായയുടെ തൊലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല തണവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പത്തിരിപ്പണിയും കാര്യങ്ങളൊക്കെ അവിടെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഉമ്മ അത് നേരത്തെ ഉണ്ടാക്കി. ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ ചിക്കൻ വീട്ടിൽ കൊണ്ടുവന്ന് തരിക കേട്ടോ ചെയ്യുക. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ ഉമ്മ എന്ത് ചെയ്തു, ഇന്നൊക്കെയുള്ള കറിക്കുള്ളത് മാറ്റിയിട്ട് വേഗം തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ പത്തിരി, തേങ്ങാപ്പാൽ ഒക്കെയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനായിട്ടുള്ളത്. ഇന്ന് 27-ാം കാരണം പള്ളിക്കലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാത്രി. അങ്ങനെ പപ്പായ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്കരമത്ത ജ്യൂസ് അടിക്കണം. മുന്തിരി ഉണ്ട്, പക്ഷെ ദാഹം തീരണമെങ്കിൽ ചക്കരമത്ത തന്നെ വേണം കേട്ടോ. ഞങ്ങളിതുപോലെ മിനിയാന്നാ തോന്നുന്നുണ്ട്, മുന്തിരി അടിച്ചു, ചക്കരമത്തി അടിച്ചു കേട്ടോ. മുന്തിരി എല്ലാവരും ഒരു ഗ്ലാസ് മാത്രമേ കുടിച്ചുള്ളൂ, ഞാനും. ചക്കരമത്തയാണ് നമ്മൾ ഒരുപാട് കുടിച്ചത് കേട്ടോ. എത്ര കുടിച്ചാലും ഇപ്പോൾ ദാഹം തീരുന്നില്ല. ഒരു 2 മണി വരെ ഒന്നും നമുക്ക് അത്ര ക്ഷീണം തോന്നില്ല കേട്ടോ. 2 മണി കഴിഞ്ഞാൽ സൂചിയെ നീങ്ങാത്ത പോലെ തോന്നുകയാണ്. ഇത്രയും നോമ്പ് നമുക്ക് അത്ര ക്ഷീണം തോന്നിയിരുന്നില്ല കേട്ടോ. ഈ ലാസ്റ്റിലേക്ക് ആയപ്പോൾ ഭയങ്കര ക്ഷീണം, നല്ല ചൂടല്ലേ രാത്രിയൊക്കെ, എന്തൊരു ചൂടാണെന്നോ. നമുക്ക് ചൂടുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ചക്കരമത്തമാരുടെ പാത്രം നിറച്ചും ചക്കരമത്ത അടിച്ച് വെച്ചോന്ന് കേട്ടോ. അങ്ങനെ ചക്കരമത്ത എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ ഉള്ള ഡെക്കറേഷനാണ് ഒരു സൈഡ് ഇങ്ങനെ ചതങ്ങിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചക്കരമത്തൊക്കെ എടുത്ത് നുറുക്കി നല്ല വെള്ളത്തിൽ എന്നെ മധുരമൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ ലൂസാക്കിയൊരു പാത്രം നിറച്ചും കലക്കി വെച്ചിട്ടാണ്. അയ്യോ എന്തൊരു ദാഹമാണെന്നറിയോ. നമുക്കൊരു മനസ്സിലാവും നോമ്പ് തുറന്നിട്ട് വേണം വെള്ളം കുടിക്കാനുള്ളൊരു കൊതി വന്നു തുടങ്ങിയിട്ടാണ്. കാരണം അത്രക്കും ക്ഷീണമുണ്ട്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ്. ഒരു 2 മണി വരെ നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ അതിന് ശേഷം നമുക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കരമത്തൊക്കെ അരിഞ്ഞ് നുറുക്കി മിക്സിയിലിട്ടിട്ട് ഒരു പാത്രം നിറച്ചും കലക്കി വെച്ചു കേട്ടോ. അത് മെയിനായിട്ട് വെള്ളമാണ് കേട്ടോ. വെള്ളമാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നും അത്രാണ്ടില്ല, പക്ഷെ ദാഹം ഭയങ്കര ദാഹമാണ്. നോമ്പ് തുറന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് കണക്കേ ഇല്ല കേട്ടോ. അത്രക്കും വെള്ളം കുടിക്കുന്നുണ്ട് നമ്മൾ, അത്രക്കും ചൂടുമാണ് കേട്ടോ. പിസ്മക്കുട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ എത്രയോ വെള്ളം കുടിക്കുന്നുണ്ട്. ആളിങ്ങനെ വന്നിട്ട് ചോദിക്കും വെള്ളം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഒരു കണക്കിന് അങ്ങനെ ചോദിക്കണം നല്ലതാണ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ അവൾക്ക് ദാഹിക്കുന്നുണ്ട് എന്നുള്ളത്. ആളേതേരം വെള്ളം കുടിച്ചിട്ട് ഭയങ്കര ചൂടാണ്, അവൾക്കും ശരീരം ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ അവൾ എപ്പോഴെപ്പോഴും വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ചക്കരമത്തൊക്കെ അടിച്ച് നമ്മൾ വലിയ പാത്രത്തിൽ നിറച്ചും ചക്കരമത്ത അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നന്നായി തണുപ്പിക്കണം. ആ തണുപ്പോട് കൂടി കുടിക്കാനാണ് സുഖം.
ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഏകദേശം പണികളും കാര്യങ്ങളും കഴിഞ്ഞ് പത്തിരി ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി, തേങ്ങാപ്പാൽ, പിന്നെ ജ്യൂസ് അടിച്ച് വെച്ചു, പപ്പായ നുറുക്കി വെച്ചു, പിന്നെ നമുക്ക് കോഴിയോട് ഉണ്ടായിരുന്നു, അത് പൊരിച്ച് വെച്ചു. അപ്പോൾ നമ്മളെല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മുറ്റത്താണെങ്കിൽ നല്ലോണം മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതുപോലെ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പറഞ്ഞു മഗ്‌രിബായി ഇനി പൊട്ടിക്കണ്ട, മുല്ലച്ചോട്ടിൽ പാമ്പുണ്ടാവും എന്നാണ് പറയുകയെന്ന്. അപ്പോൾ പിന്നെ പേടിയായിട്ട് അപ്പോൾ ഞാൻ പൊട്ടിച്ചില്ല, ഞാനങ്ങനെ കയറി. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പണികൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. കുറേ മുട്ടുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു പൂവായിട്ടല്ല, മുട്ടോട് കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ നിസ്കാരപ്പടയിലായിട്ട് ഇടണം. അപ്പോൾ അത് വിരിയുമ്പോഴാണ് അതിൻ്റെ മണ്ണ്. അങ്ങനെ ഞാൻ മുല്ലമുട്ടൊക്കെ പൊട്ടിച്ചിട്ട് അത്യാവശ്യം മുട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും മുല്ലപ്പൂ ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, മുല്ലപ്പൂ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുട്ടൊക്കെ പൊട്ടിച്ചു. അങ്ങനെ അത്യാവശ്യം മുട്ടുണ്ടായിരുന്നു. ഇനിയും വിരിയാനായിട്ട് ഒരുപാട് മുട്ടുണ്ട്. പൂവുകളും കുറച്ച് വിരിഞ്ഞു. ഇന്നലെ പൊട്ടിക്കാത്ത മുട്ടൊക്കെ ഇന്ന് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും മുട്ട് കിട്ടിയിട്ടുണ്ട്. എന്തൊരു മണമായിരുന്നെന്നോ. അങ്ങനെ ഞാൻ അതൊക്കെ പൊട്ടിച്ചു. ഒരെണ്ണം താഴെ വീണു കേട്ടോ. അപ്പോൾ അതൊക്കെ പറക്കി ഞാൻ എന്ത് ചെയ്തു, പൊട്ടിച്ച് കൊടുത്തിട്ട് ഉമ്മയുടെ നിസ്കാരപ്പായത്തിൽ കുറച്ചിട്ട് കൊടുത്ത് ബാക്കി ഞാൻ എൻ്റെ ഇട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ നമുക്ക് മേശമ്മേൽക്കെല്ലാം കൊണ്ടുവെക്കാനുള്ള സമയമായി ഏകദേശം. അങ്ങനെ ഞാൻ കോഴിയട പൊരിച്ചതൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ തോനായി. ഗോതമ്പ് എടുത്തത് കുറച്ച് കൂടിപ്പോയിട്ടാണ്. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടാണ്. ഞാനും കഴിച്ച്, ഉമ്മയും കഴിച്ച്. പിന്നെ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് പപ്പായ നുറുക്കിയത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അതുവരെ തണുക്കട്ടെ. പിന്നെ ജ്യൂസും നമുക്ക് ആ ഒരു സമയത്ത് എടുത്ത് വെക്കാം. പിന്നെ അതുപോലെ ഉമ്മ പേരക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വാർപ്പിൻ്റെ മേലെ കയറിയപ്പോൾ അത്യാവശ്യം പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ചു. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പായസം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത വീടുകളിലേക്കൊക്കെ ചീരണിയായിട്ട് ഉമ്മ കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ബാക്കിയുള്ളത് ഞാനും ഉമ്മയും കൂടി കുടിച്ചിട്ട്. അപ്പോൾ കുറച്ച് തന്നെ ഞങ്ങളിവിടെ വെച്ചുള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ള വീടുകൾക്കൊക്കെ നമ്മൾ 27 ചീരണിയായിട്ട് പായസമാണ് കേട്ടോ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമായി. കാത്തിരുന്നിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് സൂചി നീങ്ങാത്ത പോലെ തോന്നിയിരുന്നു. എപ്പോൾ നോക്കിയാലും സമയം 5:05, 5:10, 5:15 അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 6:40 ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ നമ്മൾ ചക്കരമത്ത ജ്യൂസ് ഉണ്ട്, പായസമുണ്ട്, പിന്നെ പച്ചവെള്ളം ഉണ്ട്, പപ്പായ നുറുക്കിയതുണ്ട്. പിന്നെ അമ്മ പേരക്ക പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേരക്കുണ്ട്. അപ്പോൾ നുറുക്കി വെച്ചില്ല കേട്ടോ. അമ്മ പറഞ്ഞു ആവശ്യമുള്ളവർക്ക് അങ്ങനെ കടിച്ച് തിന്നാലോ എന്ന്. പിന്നെ കോഴിയാടുണ്ട്, ഈത്തപ്പഴമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് 27 രാവിലെ നോമ്പ് തുറക്കാനായിട്ടുള്ളത് കേട്ടോ. ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ചക്കരമത്തയുടെ ജ്യൂസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ പാത്രത്തിൽ ചക്കരമത്തയുടെ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പായസം ഒഴിച്ച് വെച്ചു. കോഴിയടയും ഒക്കെ കൂട്ടി നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വെള്ളം കുടിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മൾ ചായ കുടിക്കുമ്പോൾ ഏകദേശം 9 മണി 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുള്ള മുട്ട് കണ്ടു. അപ്പോൾ ഏകദേശം വിരിഞ്ഞ്. നമ്മൾ പൂവിനേക്കാൾ നമുക്ക് മുട്ട് പൊട്ടിച്ച് വെച്ചിട്ട് അത് വിരിയുമ്പോഴാണ് അതിൻ്റെ മണം കൂടുതലായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കാണാനൊരു പ്രത്യേക രസമല്ലേ, മുട്ട് വിരിയുന്നതായിട്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 9:30 ഒക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ചു. നല്ല അടിപൊളി പത്തിരിയും കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇസ്മുക്കുട്ടിക്കും ഞാനൊരു പത്തിരി കൊടുത്തു. അവളും അത് കഴിച്ചു. അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.